Friends, welcome to our channel. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മൾ സ്വിഗ്ഗിയിലും സൊമാറ്റോയിലൊക്കെ ഇഷ്ടം പോലെ ഫുഡ് ഓർഡർ ചെയ്യുന്നതാണ്. അപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ കുറച്ച് കാലം മുമ്പ് കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും സംഭവങ്ങളൊന്നും പുറത്തു വിടുന്നില്ല, എന്നുവെച്ചാൽ അത് പ്രൈവറ്റ് സംഭവങ്ങളാണല്ലോ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ആഴ്ച നമ്മുടെ നോർത്ത് ഏരിയസിൽ മുംബൈയിൽ ആക്ച്വലി ഒരാളുടെ കയ്യിൽ നിന്ന് സ്വിഗ്ഗി ഉപയോഗിച്ചിട്ട് 3 ലക്ഷത്തിൻ്റെ ക്യാഷ് സ്കാമേഴ്സ് എടുത്തുകൊണ്ടുപോയി. അതായത് അതിൻ്റെ ഇങ്ങനെ സംഭവം ഞാൻ ഫുള്ള് പറഞ്ഞുതരാം. എന്താ വെച്ചാൽ നിങ്ങളറിയാം, നമ്മളെല്ലാവരും സ്വിഗ്ഗിയും സൊമാറ്റോ ഒക്കെ ഡെയിലി അല്ലെങ്കിൽ വീക്കിലി തന്നെ അത്യാവശ്യം 2-3 വട്ടമൊക്കെ ഒന്നാലും ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇത് മിക്ക ആൾക്കാർക്കും പറ്റാനുള്ള ഒരു ഇപ്പോഴത്തെ പുതിയൊരു സ്കാമിനൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഉണ്ടായ സംഭവം ഞാൻ പറയാം. ഞാൻ ആക്ച്വലി ഒരു നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെന്താ സംഭവം വെച്ചാൽ ആക്ച്വലി ഒരു എൽഡർലി മാനാണ്. ഇടയ്ക്കിടയ്ക്ക് വെള്ളി പോകും. എൽഡർലി മാൻ എന്ന് പറയുമ്പോൾ ശരിക്കും വലിയ വയസ്സൊന്നും ഇല്ല. അതിൽ ഒരു മെൻഷൻ ചെയ്തേക്കുന്നത് 45 to 50 ഏജ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ആള് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് വരാൻ ലേറ്റ് ആയി. അപ്പോൾ ആള് ഫ്രസ്ട്രേറ്റ് ആയിട്ട് സ്വിഗ്ഗി കസ്റ്റമർ കെയറിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഗൂഗിളിൽ തപ്പിയിട്ട് കസ്റ്റമർ കെയർ നമ്പർ എടുത്ത് വിളിച്ചു. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ ഗൂഗിളിൽ നിന്ന് തപ്പിയിട്ട് കസ്റ്റമർ കെയർ എടുക്കുന്നതൊക്കെ ഒരു 90% അല്ലെങ്കിൽ 95% ഫ്രോഡുകളാണ്. എന്ന് വെച്ചാൽ ഈ ഫ്രോഡ് പരസ്യം കൊടുത്തിട്ട് അതാണ് ചിലപ്പോൾ ഒരു ഫസ്റ്റ് കാണിക്കുക. അപ്പോൾ ആഡ് കൊടുക്കുമ്പോൾ അതിന്റെ പ്രയോറിറ്റി അനുസരിച്ച് ഫസ്റ്റ് അതാണ് നമ്പർ കാണിക്കുക. അപ്പൊ അതിൽ വന്നിട്ട് ഇവര് ഇതുപോലെ കുറെ സ്കാമിൽ ആൾക്കാർ പെടുന്നുണ്ട്. ഇതുപോലെ ഗൂഗിളിൽ കസ്റ്റമർ കെയർ നമ്പർ തപ്പിയിട്ട് എന്നുവെച്ചാൽ അവരിത് ടാർഗറ്റ് ചെയ്തിട്ട് വെച്ചിട്ടിരിക്കും. അപ്പോൾ ഒരു കോൾ വരുമ്പോൾ തന്നെ അവരതൊക്കെ പ്രിപ്പയർ സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് വെച്ചിട്ടിരിക്കുന്നതൊക്കെ. അതേപോലെ തന്നെ സ്വിഗ്ഗിയിൽ നിന്ന് അടിച്ചപ്പോൾ കസ്റ്റമർ കെയർ നമ്പർ കിട്ടി ഗൂഗിളിൽ നിന്ന്. അതിൽ വിളിച്ചു. സ്കാം ആയിരുന്നു. അവർ ലിങ്ക് റീഫണ്ട് തരാമെന്ന് പറഞ്ഞ് ലിങ്ക് അയച്ചു കൊടുത്തു. ലിങ്ക് ക്ലിക്ക് ചെയ്തു. ഫോൺ ഫുൾ ഹാക്കായി. കുറച്ച് കഴിഞ്ഞപ്പോൾ 3 ലക്ഷം പോയിന്റ് മെസ്സേജ് വന്നു. ഇപ്പോൾ സൈബർ ക്രൈമിലൊക്കെ റിപ്പോർട്ടും സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും, ഇപ്പോൾ ഒരു ദിവസത്തിൽ തന്നെ എന്താ പറയുക 10,000 അല്ലെങ്കിൽ 10,000+ സൈബർ ക്രൈംസ് ആണ് നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നത്. അതായത് ഫ്രോഡ്സുകളാണ് നടക്കുന്നത്. അപ്പോൾ അതിന്റെ സ്കാമുകളാണ് നടക്കുന്നത്. അപ്പോൾ അതിന്റെ പേരിൽ തന്നെ ഇഷ്ടം പോലെ കംപ്ലൈൻറ്റ്സ് രജിസ്റ്റർ ആയിക്കൊണ്ടിരിക്കുക ഓരോ മിനിറ്റിലും. അപ്പോൾ ഇതൊരു ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. നമുക്കറിയാം, നമ്മുടെ പോലീസാണ്, അപ്പോൾ സൈബർ ക്രൈമാണ്, ആളും കുറവാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള നല്ല ലാഗ് വരുന്നുണ്ട്. അപ്പോൾ മിനിമം 6 മാസമൊക്കെ നല്ല ലാഗ് വരുന്നുണ്ട് അതിൻ്റെ ഒരു കേസ് ആവാൻ തന്നെ. അപ്പോൾ പിന്നെ അതിൽ പകുതിയും ഇവരെ ട്രാക്ക് ചെയ്യാൻ സംഭവമൊന്നും പറ്റില്ല. ഇവരെല്ലാവരും മാസ്ക് ചെയ്തിട്ടാണ് ഫുൾ പരിപാടികളൊക്കെ ചെയ്യുന്നത്. ഈ ഹാക്കേഴ്സ് ആയിക്കോട്ടെ, സ്കാമേഴ്സ് ആയിക്കോട്ടെ, എല്ലാവരും. അപ്പോൾ ഇത് കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതൽ. അപ്പോൾ ഇങ്ങനത്തെ സ്കാംസിന്റെ വീഡിയോസ് ഒക്കെ കാണാൻ മറക്കണ്ട. ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട. ചുമ്മാ എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി വ്ളോഗ്സ് സംഭവങ്ങളൊക്കെ മാത്രം കണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ പണി കിട്ടും. പണി കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മെസ്സേജ് അയച്ചിട്ടും സംഭവം എനിക്ക് ഇഷ്ടം പോലെ ഇതുപോലെ മെസ്സേജ് വരുന്നുണ്ട്. ഫ്രോഡിൽ വിട്ടു എന്താ ചെയ്യാൻ. അപ്പോൾ ഇത് പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് എന്തായാലും നിങ്ങൾ കേട്ടിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോളജബിൾ ആയിട്ടുള്ള വീഡിയോസും കണ്ടന്റ്സും ഒക്കെ കാണുക. മറ്റത് മാത്രം പോലുള്ളൂ. ചുമ്മാ കുറെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ആൾക്കാർ സീരിയൽ കാണാൻ വരാൻ ഫുള്ള് ഡെയിലി വ്ളോഗ്സും. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഡെലിവറിന്റെ വീഡിയോസ് ഒക്കെ ആണെന്നുണ്ട്, എന്താ ഹോസ്പിറ്റൽ ഡെലിവറി ഒക്കെ വീഡിയോസ് ആണെന്നുണ്ട് ഏറ്റവും കൂടുതൽ വൈറലാവുന്നതും. അതെനിക്ക് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരിക്കും സീരിയലിൽ കാണുന്നതിന് പല ആൾക്കാർ ഇപ്പോൾ ഇതിലേക്ക് മാറിക്കുന്നുണ്ട്. അത് എന്താ സംഭവം എനിക്കറിയില്ല, എന്തായാലും പോട്ടെ. അപ്പോൾ അത് ഇങ്ങനത്തെ സംഭവങ്ങൾ കാണാൻ മറക്കണ്ട. നമ്മളിപ്പോൾ കുറെ സ്കാംസുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിന്റെ വീഡിയോസ് നമ്മളിപ്പോൾ പതുക്കെ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ കുറെ ആൾക്കാരാണ് പെടുന്നത്. ഡെയിലി ചിലപ്പോൾ 100 കണക്കിന് ആൾക്കാരൊക്കെ ഇതിൽ പെടുന്നത്. അപ്പൊ എത്ര കാശ് നിങ്ങൾ ആലോചിച്ച് നോക്കുക, എത്ര കാശ് സ്കാമായിട്ട് സ്കാമേഴ്സ് അടിച്ചു പോകുന്നുണ്ടെന്ന് വരിക. അവർക്ക് എത്ര ലാഭം. അവർ ടാർഗറ്റ് ചെയ്യാണ്. ഇങ്ങനത്തെ ആൾക്കാരെ ഒരു ദിവസം ടാർഗറ്റ് ചെയ്യുക. അതിന് 10 പേര് കിട്ടിയാൽ തന്നെ അവർക്ക് ലാഭമാണ്. അപ്പോൾ ഇതാണ് സംഭവങ്ങൾ. ഇൻഫോർമേറ്റീവ് ആണ്, എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ നോളജ് സംഭവങ്ങൾ, ഐഡിയാസ് സംഭവങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നു. എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ എന്നെ കമന്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമന്റ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ മെയിൻ 2 ചാനൽ കാണുന്നവർ കണ്ടുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ പുതിയ ചാനലായി ജയിച്ചു വേൾഡ് കാണുന്നവർ കണ്ടുവെക്കുക. നമ്മളതിൽ ഫൈനാൻഷ്യൽ ന്യൂസ്, ടെക് ന്യൂസ്, ഫിലിം ന്യൂസ് ഒക്കെ നമ്മൾ ചെയ്യുന്നത് നോളജബിൾ ആണ്. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യട്ടെ. ലിങ്ക് അതിലൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അടുത്ത കാണാം.